ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയുടെ അത് ഒരു ഹോട്ടൽ എന്ന ഒരു മേഖലയിൽ ഒതുങ്ങാതെ ആ ഉൽപാദന മേഖലയെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടന. അപ്പൊ പാലായെ സംബന്ധിച്ച് ഞാനത് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ പാലാ യൂണിറ്റിലെ നേതൃത്വം ആ ഒരു കാര്യത്തോട് വളരെ സത്യസന്ധത പുലർത്തിയിട്ടുണ്ടെന്ന് വേണം പറയാം. കാരണം ഇവിടെ ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ഉണ്ട്. ഇതിനകത്ത് ബേക്കേഴ്സ് ഉണ്ട്, കോഫി ടീ സ്റ്റാളുണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ ചപ്പാത്തി മേക്കേഴ്സ്, കൺഫെക്ഷണറി, സ്നാക്ക് മേക്കേഴ്സ്, അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിയാണ് പാലാ യൂണിറ്റ് ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ സപ്പോർട്ട് നമുക്ക് നേതൃത്വം നിലയിൽ നിന്ന് നല്ല രീതിയിലുണ്ട്. അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു വലിയൊരു മുന്നേറ്റത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതെ വയ്യ. കാരണം നമ്മളെ ദൈനംദിനം നമ്മൾക്ക് വരുന്ന പ്രതിസന്ധികൾ, നമുക്ക് ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. ഇന്ന് തന്നെ ഇവിടെ പല ആളുകളും വിളിച്ച് ലീവ് പറയുന്നത് അവർക്ക് പകരം ആളില്ല എന്നൊരൊറ്റ റീസണാണ്. നമ്മുടെ ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണത്. അതിനെ ഒരു പരിധിവരെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചെങ്കിലും അത് നമുക്ക് വിനയായി തീർന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇപ്പം നിങ്ങളുടെ എല്ലാം കടയിലെ കച്ചവടം എങ്ങനെയാണ്? പല ഏരിയയില് പല യൂണിറ്റിന്റെ കീഴില് നല്ല കച്ചവടമാണോ എല്ലാവർക്കും? ആണോ? അല്ല. അതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആ ആളുകളില്ലാത്ത ഒരവസ്ഥ വന്നപ്പം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് മറ്റൊരു അവസ്ഥയും കൂടെ ഉണ്ടായി. ഇവിടുത്തെ പണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി. നമ്മുടെ ആളുകളിൽ പണമില്ലാതെ വന്നപ്പം നമ്മുടെ സെയിലിനെ അത് ബാധിക്കാൻ തുടങ്ങി. അതിന് മാറേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ആളുകൾ, നമ്മുടെ മക്കള് വിദേശത്ത് പോയി കഴിഞ്ഞാൽ എന്ത് തൊഴിലും ചെയ്യുമെങ്കിലും സ്വന്തം നാട്ടിൽ അത് ചെയ്യാത്തതിന്റെ ഒരേ ഒരു പ്രശ്നം തന്നെയാണ്. അതിനെ മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ നമ്മുടെ മക്കളെയും വിദേശത്തേക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ആളില്ല. ഇപ്പൊ പാലായിലെ ഒരു സെയിലിന്റെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ മോശമായിട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇതൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മളുടെ ഒരു മാറ്റം ഉണ്ടാകണം. നമുക്ക് മറ്റെല്ലാ ആളുകളെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ സ്വയം മാറുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ വരും. ഇവിടെ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നമ്മുടെ മേഖലയിലുമുണ്ട്, മറ്റെല്ലാ മേഖലകളിലും ഒരു ബിസിനസിന്റെ ഒരു പുതിയൊരു തരംഗം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പാലായിൽ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഉദ്ഘാടനവും കൂടെ നടന്നു. അതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു ബിസിനസ് വ്യവസായമാണ്, മറ്റൊന്നുമല്ല, ചെയിൻ ബിസിനസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ പാലായിൽ ഉദ്ഘാടനം നടന്ന ഷീമാട്ടി. ഈ ഷീമാട്ടി ഒരു ചെയിൻ ബിസിനസ്സാണ്. കാരണം ഇവർക്ക് ഇവിടെ മാത്രമല്ല, ഇപ്പം ലുലു അതും ചെയിൻ ബിസിനസ് തന്നെയാണ്. അവിടെ ഒരിടത്ത് മാത്രമല്ല അവരുടെ ബിസിനസ് വരുന്നത്. ഇപ്പം ഇവിടെ ഓക്സിജൻ ഉണ്ട്, മൈജി ഉണ്ട്, ഇതെല്ലാം ചെയിൻ ബിസിനസ്സിൽ പെടുന്നതാണ്. ശരിക്കും പരമ്പരാഗതമായി ചെയ്തു വരുന്ന നമ്മളെ ബാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ ചെയിൻ ബിസിനസ്സുകൾ. കാരണം അവർക്ക് ബാങ്കുകൾ ആഡിക്വേറ്റ് ഫണ്ട് കൊടുക്കും, അവർക്ക് കടകൾ കൊടുക്കാൻ ആളുകൾ വില്ലിങ് ആണ്, സ്ഥലങ്ങൾ കൊടുക്കാൻ വില്ലിങ് ആണ്. കാരണം അവർ തന്നെ ചിലപ്പോൾ പണിത് ഷോറൂം എല്ലാം പണിത് നിന്ന് നിൽക്കില്ല, അവർക്ക് പറ്റും, സാധിക്കും. നമ്മളെപ്പോലെ സാധാരണക്കാരെ അത് വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ ഒരു വിഷയം നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന വിഷയം തന്നെ. അത് മറ്റൊന്നുമല്ല, മറ്റേ കടക്കാരൻ പോയാലും ശരി, ഞാൻ നഷ്ടത്തിൽ കൊടുത്ത് എൻ്റെ കടയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്വഭാവം. ശരിക്കും നമ്മുടെ നാശകരാരാന്നറിയോ? നമ്മുടെ ബിസിനസ് ഒക്കെ നശിപ്പിക്കുന്ന ആരാന്നറിയോ? നമ്മളൊക്കെ തന്നെയാണ്. ഈ താത്തി കൊടുത്തുള്ള ബിസിനസ് നമ്മൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് കേരളത്തിലാണ്. ആ വസ്തു നിങ്ങൾക്ക് അറിയാവോ? ഏറ്റവും സക്സസ് ആയിട്ട് വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നത് കേരളത്തിലാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് മലയാളികൾ. പക്ഷെ നമ്മളത് പലപ്പോഴും മറന്നുപോകും. നമ്മൾ നല്ല രീതിയിൽ നല്ല ഫുഡ് കൊടുത്ത് അതിന് നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നമുക്കൊരു നല്ല ആംബിയൻസ് നമ്മുടെ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ പറയുന്ന റേറ്റിൽ ആള് കയറാൻ തയ്യാറാണ്. ഇവിടെ ഒരു വിമുഖതയായിട്ട് നിൽക്കുന്നത്, ഒരു മടിയോടെ നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം മാറേണ്ടത് നമ്മൾ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കാരണം നമ്മുടെ സംഘടനയുടെ ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇന്ന് തന്നെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മൾ മീറ്റിംഗ് മാറ്റി വെച്ചോ? ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാൻ ഷോക്കിംഗ് ആയി. കാരണം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന പേരിൽ ഞാൻ എപ്പോഴും
ഇച്ചിരി പ്രൗഡാവുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ അത് നോക്കാതെ എന്നോട് സംസാരിച്ചല്ലോ എന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ചെറിയൊരു ഉള്ളിൽ ചെറിയൊരു പോറൽ എനിക്ക് തോന്നി. കാരണം അപ്പപ്പോൾ വരുന്ന വാർത്തകളായിക്കോട്ടെ, നമ്മുടെ മേഖലയെ സംബന്ധിച്ചുള്ള അപ്ഡേഷനുകളായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നമ്മുടെ യൂണിറ്റിൽ ആക്റ്റീവായിട്ട് ഇടുന്ന ഒരു യൂണിറ്റാണ് പാലാ യൂണിറ്റ്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഇതിനൊന്നും നേരമില്ലാതെ വരികയാണ്. അപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷനെ പറ്റി ഒരു വാക്ക് പറയാതെ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് പറഞ്ഞേ എനിക്ക് പറ്റും. എന്നെ സംബന്ധിച്ച് പാലാ യൂണിറ്റിലെ ഈ ചാർജ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വേർഡുണ്ട്, എനിക്ക് സ്ഥാനമൊന്നുമല്ല, ഞാൻ ഫുൾ സപ്പോർട്ടുണ്ട്, നീ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ഞാൻ ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇന്ന് വരെ നിൽക്കുന്ന വിജയചേട്ടനെ ഞാൻ എൻ്റെ ഹൃദയമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ ഫിലിപ്പേട്ടൻ, ഞാൻ ഇതിലേക്ക് കടന്നു വരുമ്പം അദ്ദേഹം അന്ന് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു മനസ്സിന്റെ ആ ഒരു വിശാലത നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ KHRയെ സംബന്ധിച്ച് ഒരു സിസ്റ്റമായിട്ട് പോകുന്നതാണ്. ഒരു ഇത്ര പീരീഡാണ് ഒരാൾക്ക് ഒരു സ്ഥാനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹം സെക്രട്ടറി ആയിട്ട് സ്വയം താന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു നല്ല മനസ്സുള്ള ഒരു പവർഫുൾ മാനാണ്. കാരണം അദ്ദേഹം ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്. അത് ആർമിയിൽ വർക്ക് ചെയ്തതിന്റെ മുഴുവൻ ഇംപ്ലിമെന്റ് അദ്ദേഹം നമ്മുടെ KHRയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ RC ചേട്ടൻ നമ്മുടെ ഒരു സീനിയർ നേതാവാണ്. ഇദ്ദേഹത്തിന്റെ കൊച്ചു കൊച്ചു കഥകളിൽ കൂടി സംഘടനയെ പറ്റി നമ്മൾ പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്നും ഇദ്ദേഹം ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ RC ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് വേണു ചേട്ടൻ, അദ്ദേഹവും സീനിയറാണ്. അദ്ദേഹം ഏത് യൂണിറ്റിലും എപ്പോൾ വരാനും ഒക്കെ തയ്യാറാണ്. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പാലാ യൂണിറ്റിന് എന്നും സപ്പോർട്ടും എന്നും എല്ലാ കാര്യങ്ങളിലും നോക്കുകയും അതിൽ കമന്റ് ചെയ്യുകയും അത് തിരുത്താനുള്ള തിരുത്തി പറയുകയും ചെയ്യുന്ന നമുക്കൊരു സംസ്ഥാന കമ്മിറ്റി അംഗം ഇവിടെയുണ്ട്, നമ്മുടെ ഷാവുലിക. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നമുക്കൊരു നിരീക്ഷകനുണ്ട്, അദ്ദേഹം കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ വരുന്നാണ് പറഞ്ഞത്, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബോബി കേട്ട്, അൻസാരി പത്തനാട്, അൻസാരിയൊക്കെ ഇപ്പോൾ എത്തും, അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈക്കം യൂണിറ്റ് പ്രസിഡന്റ് രാംകുമാർ സാർ ഇന്ന് വരുന്നാണ് പറഞ്ഞത്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുണ്ടക്കയം യൂണിറ്റ് പ്രസിഡന്റ് സാബു വർഗീസ്, ജെയിംസ്, പാറത്തോട് യൂണിറ്റിന്റെ സെക്രട്ടറി, ഇവരെ എല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് ആത്മാർത്ഥമായിട്ട് സ്വാഗതം പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടും കൂടി തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിൽക്കുന്ന ഈ ഓരോ മെമ്പർമാരുമാണ് നാളെ ഈ ഡയസിൽ വന്നിരിക്കേണ്ടത്. കാരണം ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഇതുപോലെ ഡയസിൽ ഇതുപോലെ ഈ വേദികളിൽ ഇരുന്ന ആളുകളാണ്. ഇന്ന് ഈ ഡയസിൽ ഇരിക്കുന്നു, നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഈ വേദിയിൽ വരേണ്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളെ സംഘടന എന്താണെന്നും സംഘടനയുടെ ഗുണങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി ഇതിന് മുന്നോട്ട് പോകേണ്ട വ്യക്തിത്വങ്ങളാണ്. നിങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. നമ്മളെല്ലാം വളരെ വിഷമത്തിൽ അല്ലെ, പ്രതിസന്ധിയിൽ ബിസിനസ് ചെയ്യുന്നവരാണ് അല്ലെ. ഇന്നും നമുക്ക് ഏറ്റവും രാവിലെ എണീക്കുകയും പ്രാർത്ഥനയോടുകൂടിയും തുടങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരാണ് നാം എല്ലാവരും അല്ലെ. നമ്മളെല്ലാം നമ്മുടെ ഉള്ളിലെല്ലാം ആശങ്കകളാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മളെ ബാധിക്കുന്ന നമുക്കെതിരായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ സർക്കാരുകൾ കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. പക്ഷേ ചിലപ്പോൾ ചില സമയത്ത് പക്ഷാഭേദം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം. രാഷ്ട്രീയം നമ്മൾ പറയാറില്ലെങ്കിലും രാഷ്ട്രീയം ഇങ്ങനെയുള്ള സമയങ്ങളിൽ പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. കാരണം ഒരു ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് നമുക്കെല്ലാം
നമ്മൾ എന്താണോ ചെയ്യുന്ന തൊഴില് അല്ലെങ്കിൽ ജോലി അത് ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏതൊരു ജനാധിപത്യ ഗവൺമെന്റിന്റെയും കടമ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നാം വാർത്താമാധ്യമങ്ങളിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നു, നമുക്കെതിരായിട്ട് ആഘോഷമാണ് നടക്കുന്നത് അല്ലെ. ചെറിയൊരു വാർത്ത കിട്ടിയാൽ പോലും അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വലിയ വാർത്തയായി വരുന്നു. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഈ സോഷ്യൽ മീഡിയയിലാണ്. കാരണം എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ വർഷങ്ങളോളം അവിടെ കിടക്കും. അതാണ്. അപ്പൊ അതൊക്കെ ഏറ്റവും നമ്മുടെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മൾ ഈ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഇവിടെ പത്രക്കാരെയൊക്കെ നമ്മൾ വിളിച്ച് പത്രസമ്മേളനമൊക്കെ നടത്തി. കാരണം അവരുടെ എല്ലാം സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മളെത്ര വിചാരിച്ചാലും നമ്മുടെ ഈ ബിസിനസ്സിൽ നിരവധി പോരായ്മകൾ ഉണ്ടാവും. കാരണം നമുക്ക് കിട്ടുന്ന സാധനം വിഷാംശമുള്ളതാണോ അല്ലയോ എന്നൊന്നും പരിശോധിച്ച് നമുക്ക് ഇവിടെ നമ്മുടെ ടേബിളിലോട്ട് അല്ലെങ്കിൽ കസ്റ്റമർക്ക് നമുക്ക് ഭക്ഷണം എത്തിക്കുവാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പം നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന സാധനങ്ങൾ വാങ്ങി നമ്മൾ പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മളെ ആശ്രയിച്ചു വരുന്ന അല്ലെ, യാത്രയുടെ ഇടയിലും അല്ലെങ്കിൽ ജോലിയുടെ ഇടയിലൊക്കെ ഒരു നേരത്തെ ആഹാരത്തിനായിട്ടാണ് നമ്മുടെ കടയിലോട്ട് നമ്മുടെ കസ്റ്റമർ വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഈ വിലവർദ്ധനവ് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ പരസ്പരം ഒരു കോമ്പറ്റീഷൻ എന്ന നിലയിൽ വില കുറച്ച് മത്സരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മളിൽ ചിലര് എൻ്റെ ഒരു നിഗമനത്തില്, ആരെ കുറ്റപ്പെടുത്തി പറയല്ല, തട്ടുകടയോട് നമ്മൾ മത്സരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുന്നു. കാരണം തട്ടുകടയൊന്നും നമുക്ക് നിർത്താൻ കഴിയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് സപ്പോർട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിലാണ്, നമ്മുടെ റെസ്റ്റോറൻറ്റ് അല്ലേ, നമ്മൾ അതിനെ ഹൈജീനായിട്ട് നമ്മുടെ ഫ്രണ്ട് മാത്രം പോലെ വിവിനെപ്പോഴും പറയും നമ്മുടെ അടുക്കളയാണ് സ്വർഗമായിട്ടിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇവരോട് മത്സരിക്കാം. കാരണം ഒരു തട്ടുകടയെ സംബന്ധിച്ച് അവർക്ക് അടിച്ചു വാരാൻ ഒരു മുറ്റമുണ്ടോ? ഇല്ല. വേസ്റ്റ് ഇടാൻ ഒരു ഡബ്ബ പോലും ഇല്ല. അത് പൊതുനിരത്തോട്ട് വലിച്ചെറിയുകയാണ് അല്ലെ. അവരെ നിർത്തി പോകണമെന്നല്ല, KSRA സംഘടന ആവശ്യപ്പെടുന്ന അവരെ നിയമവിധേയമാക്കണമെന്നുള്ളതാണ്. നമ്മൾ പാലിക്കുന്ന എല്ലാ നിയമങ്ങളും അവരും പാലിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടയിലെയും നമ്മുടെ സ്റ്റാഫിനെയും നമ്മൾ വാങ്ങിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നമ്മൾ ശരിക്കും മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു കടയിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്താണ് കൊണ്ടിരുന്നത്. പണ്ട് വെട്ടി മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ പല പീസ് വെച്ച് നോക്കുമ്പോൾ ചില പീസ് ഇല്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് സംശയമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി വെട്ടല് ഞങ്ങൾ വെട്ടിക്കോളാം, ഡ്രസ് ചെയ്ത് തന്നാൽ മതി. അങ്ങനെ കുറച്ച് നാൾ തുടർന്നു. ആ കോഴിക്കടക്കാരന്റെ 2 കടയായി 3 കടയായി. പിന്നീട് ഇത്രയും ചിക്കൻ മേടിക്കുന്നു, അതിനുള്ളൊരു വരുമാനം ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ദിവസം വേസ്റ്റേജ് 1 കിലോയാണ്. 1 കിലോ ഒരു കോഴിക്ക് സംബന്ധിച്ച് വേസ്റ്റേജ് ഒരിക്കലും പോകത്തില്ല. അപ്പൊ തിരക്കുള്ള ദിവസങ്ങൾ എത്രയോ ദിവസം പറ്റിച്ചിട്ടുണ്ടാകാം. എല്ലാവരും അല്ല, പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല, ആരും ഒന്നും കൊണ്ട് തരില്ല. നമ്മൾ ന്യായമായിട്ടുള്ള വിലയിടണം. ഭയങ്കരമായിട്ട് വില ഇടുക എന്നുള്ളതല്ല. കാരണം മനുഷ്യന്റെ ഈ പോക്കറ്റിൽ പണം ഉണ്ടെങ്കിലേ ഹോട്ടലിലോട്ട് അവർ വരുള്ളൂ. അപ്പം നമ്മൾക്ക് ഈ വില വർധന നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വില നമ്മളും ഇടേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ കസ്റ്റമർക്കും താങ്ങാവുന്ന രീതിയിലുള്ള ഒരു വില വർധന. കാരണം പഴയ അവസ്ഥയിൽ 10 രൂപ ഇപ്പം പലരും നമ്മുടെ അസോസിയേഷനിലോട്ട് 12 ആക്കി. അതിൽ നിന്ന് പലരും താഴോട്ട് പോവുകയും തട്ടുകടകളോട് മത്സരിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. അപ്പൊ തട്ടുകട ആ രീതിയിൽ നടത്തുകയും നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഹോട്ടലിനെ സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഈ അവസരത്തിൽ ഒരു ചെറിയൊരു കഥ ഓർക്കുകയാണ്. 2 പേര് ഭക്ഷണം കഴിക്കാൻ പോയി. ഹോട്ടലിൽ ചെന്ന് കയറി. അപ്പം ആദ്യമായിട്ട് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കൊണ്ട് വെച്ചു. നല്ല ഹൈജീനായിട്ട് പ്ലേറ്റ്, വെളുത്ത പ്ലേറ്റ് അല്ലെങ്കിൽ കറുത്ത പ്ലേറ്റ്, നല്ല വൃത്തിയോടുകൂടി സാധനങ്ങൾ വന്നു. വെള്ളം കുടിച്ചു. 10-15 മിനിറ്റ് ശേഷം ഭക്ഷണം വന്നു.
ഭക്ഷണം വന്നതിന് ശേഷം അവർ കഴിച്ചു. നല്ല ഭക്ഷണമാണ്, അവർ നല്ല അഭിനന്ദനമൊക്കെ അവർക്ക് കൊടുത്തു. നല്ല ഭക്ഷണമാണ്. അപ്പം ഇതെവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം സപ്ലയറോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഇതെവിടെയാണ്, അടുക്കളയാണ്, ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. നോക്കിക്കോളാൻ പറഞ്ഞു. അവരെ കയറി നോക്കി. നോക്കിയപ്പം ഈ അടുക്കളയിൽ നിന്നാണോ ഈ ഭക്ഷണം വരുന്നതെന്ന് അവർ ആശ്ചര്യപ്പെട്ടു. കാരണം അവർ കിച്ചണിലോട്ട് നോക്കിയപ്പം അവർക്ക് കഴിക്കാൻ നിന്ന പ്ലേറ്റിലെല്ലാം നല്ല വൃത്തിയുള്ളതും വെളുത്തതും അല്ലെങ്കിൽ നല്ല ചൂടുകളൊക്കെ ആയിരുന്നു. പക്ഷെ അകത്തോട്ട് കിച്ചണിലോട്ട് നോക്കിയപ്പം ചളുങ്ങിയ കരി പിടിച്ച ചെമ്പിൻ്റെ അകത്തു നിന്നാണ് ഈ ഭക്ഷണം വരുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, അവർ നിരാശയായി. അപ്പൊ അവര് ബിരിയാണി ചെമ്പിനോട് അവര് വിശേഷം ചോദിച്ചു, ഈ പാത്രത്തിൽ നിന്നാണോ, ഇതിൽ നിന്നാണോ ഞങ്ങൾക്ക് ഇത്രയും രുചിയായ ഭക്ഷണം തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി ചെമ്പ് പറഞ്ഞ മറുപടി, രാവിലെ കട വന്ന് തുറക്കും, മുതലാളിയും തൊഴിലാളിയും എല്ലാം എന്നെ ഗ്യാസിന്റെ മുകളിലോട്ട് കയറ്റി വെക്കും, പിന്നെ കുത്തോട് കുത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ അടുത്ത കാലത്ത് GST വന്നു, അതിന്റെ കുത്തും എനിക്കിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ കുത്തി ഞാനിങ്ങനെ ചളുങ്ങി കരി പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. മുതലാളിയും ഇങ്ങനെ വെറുതെടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് പാത്രം കഴുകുന്നു. റിപ്പോർട്ടൊക്കെ കൊടുത്ത് ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കിക്കുന്ന അതിലാന്ന് തോന്നുന്നു. കാരണം ഈ വോട്ട് ചെയ്യാനെങ്കിലും MP, വോട്ട് ചോദിക്കാനെങ്കിലും MP MLA ഒക്കെ നമ്മുടെ അടുത്ത് വരുന്നതാണ്. അപ്പൊ നമ്മുടെ അവസ്ഥകൾക്ക് ഒരു പരിധി വരെ അവർക്ക് അറിയാം. പക്ഷെ ഇത് അതുക്കും മേലെയുള്ള ടീമുകളാണ് ഇന്ന് ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ ഇങ്ങനെയുള്ള ഈ ജനാധിപത്യ സാധാരണ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ വരുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കളിയാക്കി പറയുന്നതല്ല, അദ്ദേഹം ഒരു ചായ വിൽക്കുന്ന, ഈ ചായക്ക് ഇന്ന് GST കൊടുക്കുമ്പോൾ പലരും നമ്മളോട് ചോദിക്കുക, ചായക്കും GST ആണോ എന്ന്. ഈ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും അറിയുന്നുണ്ടാവില്ല, അദ്ദേഹം പണ്ട് ചെയ്ത ആ ഉപജീവനത്തിന്റെ ആ ചായക്ക് ഇന്ന് GST മേടിക്കുന്നുണ്ടെന്ന് പോലും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ കൂടിയ വിലയ്ക്ക് സവോളയൊക്കെ വാങ്ങിച്ച് മുട്ടക്കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടം കൂടുകയും പിന്നെ ഈ വില പറയുമ്പോൾ ആ കടം കിട്ടാനുള്ള നേരമേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, 3-4 ഐറ്റം വില കൂടിയാണ് എല്ലാ മാസവും അല്ലെങ്കിൽ മാസങ്ങളോടും നിലനിൽക്കുന്നത്. അപ്പം ഒരെണ്ണത്തിന്റെ വില പറയുമ്പം അവരുടെ കടം കുറഞ്ഞു വരുമ്പോൾ കോഴിക്കാരന്റെ കടം കൂടും. അങ്ങനെ മാറി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ നടന്നത്. അപ്പം നമുക്ക് ന്യായമായ വില നമ്മൾ തീർച്ചയായിട്ടും ഇടണം. അതുപോലെ ഈ സമ്മേളനത്തിന് ശേഷം ഓപ്പൺ ചർച്ചയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, അതിന് ഇവരെല്ലാം മറുപടി പറയും. അതിനുശേഷം നമ്മുടെ ഈ ചർച്ചയെ ഉരുത്തിരിയുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ബഹുമാനപ്പെട്ട MLA-ക്കും MP-ക്കും ഒക്കെ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ഉഷാർ പോലെ ഇരിക്കും. അപ്പൊ അത് ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോടും കൂടി തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നതാണ്. MLA ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി KK വിളിക്കുട്ടി, ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് നെയ്യൻ പ്രതീഷ്, ജില്ലാ ട്രഷറർ RC നായർ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാൽ നായർ, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, പോലീസ് മെമ്പർമാരും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കണക്ക് ഇവിടെ അവതരിപ്പിക്കുകയാണ്. 1/10/2023 മുതൽ 31/10/2024 വരെയുള്ള കണക്കുകളാണ്. ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് 18,783, വരവ് മെഡിക്കൽ ലാബ് 23,750, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 23,300, ടോട്ടൽ 65,833. ചെലവ് ജില്ലാ ഷെയർ 17,000, ഓഫീസ് സെക്രട്ടറി 500, ട്രാവലിംഗ് എക്സ്പെൻസ് 4,476, ഓഫീസ് എക്സ്പെൻസ് 3,569, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 5,738, ക്യാഷ് ബാലൻസ് 36,550.